ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാം സ്കന്ധം അധ്യായം 5 നാരദന്റെ ശ്രീമദ് ഭാഗവത നിർദ്ദേശങ്ങൾ എന്ന അധ്യായത്തിന്റെ ശ്ലോകം 34 നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തസ്സത്. ഹരേ കൃഷ്ണ. ശ്ലോകം 35. യദത്ര ക്രിയതേ കർമ്മ. ശ്ലോകം 34 അല്ലേ മാതാജി? സോറി. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 5 നാരദന്റെ ശ്രീമദ് ഭാഗവത നിർദ്ദേശങ്ങൾ എന്ന അധ്യായത്തിന്റെ ശ്ലോകം 34 നോക്കാം. ഏവം നൃണാം ക്രിയായോഗ സർവേ സംസ്കൃതിഹേതവാ താ ഏവാത്മവിനാശായ കൽപ്പന്തേ കൽപ്പിതാ പരേ. ഏവം നൃണാം ക്രിയായോഗ സർവേ സംസ്കൃതിഹേതവാ താ ഏവാത്മവിനാശായ കൽപ്പന്തേ കൽപ്പിതാ പരേ. ഏവം നൃണാം ക്രിയായോഗ സർവേ സംസ്കൃതിഹേതവാ താ ഏവാത്മവിനാശായ കൽപ്പന്തേ കൽപ്പിതാ പരേ. ഹരിബോൽ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 34-ാമത്തെ ശ്ലോകത്തിന്റെ വേർഡ് മീനിങ് നോക്കാം. ഏവം അപ്രകാരം നൃണ മനുഷ്യരുടെ ക്രിയായോഗ സർവ പ്രവർത്തനങ്ങളും സർവേ സർവതും സംസ്കൃതി ഭൗതിക അസ്തിത്വം ഹേതവ കാരണങ്ങൾ തേ അവ ഏവ നിശ്ചയമായും ആത്മ കർമ്മവൃക്ഷം വിനാശായ വധിക്കുന്നു കൽപ്പന്തേ കാര്യക്ഷമമായി തീരുക കൽപ്പിതേ സമർപ്പിച്ചു പരേ അതീന്ദ്രിയന്. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. വിവർത്തനം. അപ്രകാരം സർവ്വജനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഭഗവത് സേവനത്തിന് സമർപ്പിക്കുമ്പോൾ ചിരസ്ഥായിയായ ബന്ധനത്തിന് ഹേതുവായ അതേ കർമ്മങ്ങൾ കർമ്മവൃക്ഷത്തിന്റെ ഹന്താവായി തീരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? സാക്ഷാൽ ശുഗബ്രഹ്മനോട് പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഈ കർമ്മങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ളതിനെ എങ്ങനെയാണ് ഇല്ലാതാക്കാൻ സാധിക്കുക? മാത്രമല്ല നമ്മൾ ഈ കർമ്മത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരവും എന്താണ് എന്ന് പരീക്ഷിത് മഹാരാജാവ് അന്വേഷിക്കുന്നുണ്ട്. അപ്രകാരം പരീക്ഷിത് മഹാരാജാവിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഇവിടെ നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അങ്ങനെ വിവർത്തനത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സർവ്വജനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഭഗവത് സേവനത്തിന് സമർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള കർമ്മബന്ധനം അതിന് നള്ളിഫൈ ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതെങ്ങനെയെന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഭാവാർത്ഥത്തിൽ പറയുന്നു, ജീവാത്മാക്കൾ നിരന്തരമായി വ്യാപൃതമാകുന്ന സുഖഭോഗ കർമ്മങ്ങളെ ഭഗവത്ഗീതയിൽ ആൽമരത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവ ആഴത്തിൽ വേരൂന്നിയവയാകുന്നു. കർമ്മഫലം ആസ്വദിക്കാനുള്ള പ്രവണത ഉള്ളിടത്തോളം കാലം കർമ്മ സ്വഭാവത്തിന് അനുസൃതമായി ഒരു ശരീരത്തിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ആത്മാവിന്റെ ദേഹാന്തര പ്രാപ്തി അവിരാമം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതായി വരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേദങ്ങളെ പറ്റി കുറച്ച് മനസ്സിലാക്കിയിട്ട്
ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് വേദങ്ങൾ എന്ന് നോക്കാം. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വേദം എന്നതിന്റെ അർത്ഥം തന്നെ ജ്ഞാനം എന്നാണ്, അറിവ് എന്നാണ്. ഈ അറിവ് വേദങ്ങളിലൂടെ നമ്മൾക്ക് പകർന്നു തരികയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ ഒരു മാനവരാശി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ തീർച്ചയായിട്ടും വേദവിധി പ്രകാരം വേണം ജീവിക്കാൻ. അതായത് ഒരു മനുഷ്യൻ ജന്മം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വൈദിക ക്രമങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കണം എങ്കിൽ മാത്രമേ മോക്ഷപ്രാപ്തി കൈവരികയുള്ളൂ. അതുകൊണ്ട് തന്നെ വേദങ്ങളെ പറഞ്ഞിരിക്കുന്നത് 3 ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ്. ആദ്യത്തെ 90% ഓഫ് വേദാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കർമ്മകാണ്ഡോ ആണ്. അവിടെയാണ് ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫലോദ്ദിഷ്ട കർമ്മങ്ങൾ വിവരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ കർമ്മകാണ്ഡയിലാണ് 33 ദേവീ ദേവന്മാരെ എപ്രകാരം പ്രീതിപ്പെടുത്തണം, എന്ത് മന്ത്രങ്ങൾ ചൊല്ലണം, എപ്രകാരം അവരെ വർഷിപ്പ് ചെയ്യണം എന്നെല്ലാം ക്രമമായി വിവരിച്ചിരിക്കുന്നു. അപ്രകാരം ഒരു മനുഷ്യൻ 33 ദേവീ ദേവന്മാരിൽ ആരെ പ്രീതിപ്പെടുത്തിയാലും അവരിൽ നിന്നെല്ലാം മോക്ഷമാർഗം തെളിഞ്ഞു കിട്ടും. പക്ഷേ അവരിൽ നിന്ന് കിട്ടുന്ന മോക്ഷം അവരുടെ ലോകത്തേക്കായിരിക്കും കൊണ്ടുപോവുക. അതായത് ഭഗവത്ഗീതയിൽ പറയുന്നു, യാന്തി ദേവാൻ വ്രതാൻ ദേവാൻ പിതൃന്യാന്തി പിതൃവ്രത. അതായത് ഏത് ദേവനെയാണോ വർഷിപ്പ് ചെയ്യുന്നത് അവർ ആ ലോകപ്രാപ്തി നേടും എന്നാണ്. അപ്പോൾ 33 ദേവീ ദേവന്മാരുടെ ലോകം എന്ന് പറയുന്നത് സ്വർഗലോകമാണ്. ഈ 14 ലോകങ്ങൾ ഉള്ളതിൽ ഒരെണ്ണം മാത്രമാണ് സ്വർഗലോകം. ആ സ്വർഗലോകത്ത് എത്തിപ്പെടാനുള്ള മോക്ഷമാർഗമാണ് വേദങ്ങളിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ദേവീ ദേവന്മാരെ എല്ലാം നിയമിച്ചിരിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അത് നമുക്ക് ഭാഗവതത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോ വേദങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ ആദ്യത്തെ കർമ്മകാണ്ഡോ അനുസരിച്ച് ജീവിക്കുകയും അവർക്ക് സ്വർഗലോക മോക്ഷപ്രാപ്തി നേടാനും സാധിക്കും. അത് കഴിഞ്ഞ് 90% കർമ്മകാണ്ഡോ കഴിഞ്ഞു വരുന്ന ബാക്കി 10% ഓഫ് വേദാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ജ്ഞാനകാണ്ഡോ പോർഷനാണ്. ഈ 10%-ൽ 7%-ഓളം ജ്ഞാനകാണ്ഡോ പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ കർമ്മകാണ്ഡോ താണ്ടുന്ന ഒരാളെ കർമ്മികൾ എന്ന് പറയും. ഈ കർമ്മികളിൽ കുറച്ച് ബുദ്ധി കൂടിയ ആൾക്കാർ, ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് ഈ 33 ദേവീ ദേവന്മാരെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി വിശേഷം ഉണ്ടോ, അല്ലെങ്കിൽ ഈ 33 ദേവീ ദേവന്മാരിൽ ആരാണ് ഏറ്റവും പ്രധാനി, ഇവരുടെ പിന്നിൽ എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ എന്ന് ഒരു ബുദ്ധിമാൻ ചിന്തിക്കും. ആ ചിന്തിക്കുന്ന ബുദ്ധിമാൻ നേരെ കർമ്മകാണ്ഡോ താണ്ടി ജ്ഞാനകാണ്ഡയിലേക്ക് എത്തും. അപ്പോ ജ്ഞാനകാണ്ഡയുടെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നു, ഐ ആം പെർവേഡിങ് എവരിവെയർ ബട്ട് ഐ ഹാവ് നോ ഫോം. അതായത് സർവ്വവ്യാപിയായി ഇരിക്കുന്ന ഈശ്വരനാണ് ഞാൻ, എനിക്ക് നിയതമായ രൂപമില്ല എന്ന് ജ്ഞാനകാണ്ഡ പോർഷന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഭഗവാൻ അവിടെ ഉദ്ദേശിച്ചത്, ഈശ്വരൻ എന്ന് ഉദ്ദേശിച്ചത് നിരൂപി എന്ന് പറഞ്ഞാൽ, അതായത് രൂപമില്ല എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാന് അതീന്ദ്രിയമായ രൂപമുണ്ടെങ്കിലും ഭൗതികമായ രൂപമില്ല എന്നാണ് അവിടെ വ്യക്തമാക്കിയത്. പക്ഷെ അത് തിരിച്ചറിയാനുള്ള കഴിവ് സാധാരണ ജനങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ജ്ഞാനകാണ്ഡോ പോർഷനിലേക്ക് കടക്കുന്ന ഒരാൾ സർവം വ്യാപിയായിരിക്കുന്ന ഈശ്വരീയ മയത്തെ, ഈ പ്രകാശത്തെ ആണ് അവർ മെഡിറ്റേറ്റ് ചെയ്യുക, അവർ വർഷിപ്പ് ചെയ്യുക. ആ പ്രകാശത്തിൽ ലയിക്കാൻ അവർ ആഗ്രഹിക്കും. അപ്പൊ ജ്ഞാനികൾ മനസ്സിലാക്കുന്ന ഈശ്വരീയ ചിന്ത എന്ന് പറഞ്ഞാൽ സർവം വ്യാപിച്ചിരിക്കുന്ന പ്രകാശമാണ്. അതാണ് ഭഗവാന്റെ ഒന്നാമത്തെ ഗോഡ് റിയലൈസേഷൻ ആയിട്ട് വരുന്ന ബ്രഹ്മൻ റിയലൈസേഷൻ. അപ്പൊ ജ്ഞാനികളെല്ലാം ബ്രഹ്മവാദികളായി മാറും. അവർക്ക് ആ മോക്ഷാർത്ഥമായിട്ട് ബ്രഹ്മനിൽ ലയിക്കാനാണ് താല്പര്യം. അതിനെയാണ് സായൂജ്യ മുക്തി അഥവാ കൈവല്യ മോക്ഷം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ജ്ഞാനകാണ്ഡോ താണ്ടുന്ന ഒരാള് തീർച്ചയായിട്ടും ജ്ഞാനിയായി മാറുകയും അയാൾക്ക് ബ്രഹ്മൻ റിയലൈസേഷൻ, സർവം വ്യാപിയായിരിക്കുന്ന ഈ പ്രകാശത്തിൽ മെഡിറ്റേറ്റ് ചെയ്യാനും ആ പ്രകാശത്തിൽ അലിഞ്ഞു ചേരാനും ആഗ്രഹിക്കും. അപ്രകാരം കൈവല്യ മോക്ഷം ജ്ഞാനികൾക്ക് പ്രാപ്തമാക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി 3%, അതായത് വേദങ്ങളുടെ മൊത്തത്തിലുള്ള 90% കർമ്മകാണ്ഡയും 7% ജ്ഞാനകാണ്ഡയും കഴിഞ്ഞാൽ ബാക്കി വരുന്ന 3% എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഉപാസന കാണ്ഡയാണ്. ഈ ഉപാസന കാണ്ഡയിലാണ് അഷ്ടാംഗ യോഗ പ്രൊസീജിയർ പറയുന്നത്. ഈ അഷ്ടാംഗ യോഗ പ്രൊസീജിയർ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ യോഗി എന്നാണ് അറിയപ്പെടുക. ഒരു യോഗി വർഷങ്ങളോളം കഠിന തപസ്സിലൂടെ അഷ്ടാംഗ യോഗയെല്ലാം പാലിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി സ്വായത്തമാക്കി പ്രാക്ടീസ് ചെയ്ത്
അവസാനത്തെ പൊസിഷനായ സമാധി പൊസിഷനിൽ എത്തിച്ചേരും. സമാധി പൊസിഷനിൽ എത്തുന്ന ഒരു യോഗി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത് എന്നിലും നിന്നിലും കുടികൊള്ളുന്ന ആ ഈശ്വരീയ ശക്തിയെ മനസ്സിലാക്കുന്നു. എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ ഈശ്വരീയ ശക്തിയെ അഹം ബ്രഹ്മാസ്മി എന്ന് മനസ്സിലാക്കുന്നു. ആ യോഗികൾ ചിന്തിക്കുന്നത് ഞാനും നീയും ഒന്നാകുന്നു എന്നാണ്. മാത്രമല്ല എല്ലാവരിലും കുടികൊള്ളുന്ന ഈ ഈശ്വരീയ ശക്തിയെ ഒരു യോഗി അഷ്ടാംഗ യോഗയിലൂടെ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഭഗവാന്റെ പരമാത്മ സ്വരൂപനെയാണ്. കാരണം ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു, അഹം സർവസ്യ പ്രഭുവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വ ഭജന്തേമ ബുധാഭാവ സമന്യത. അതായത് ഭഗവാൻ അഹം സർവസ്യ പ്രഭുവോ, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ഈശ്വരീയ ശക്തി ശരിക്കും പരമാത്മ രൂപത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. ആ കുടികൊള്ളുന്ന ഈശ്വരീയ ശക്തിയെ തിരിച്ചറിയുന്നില്ലെങ്കിലും യോഗികൾ മനസ്സിലാക്കുന്നത് എല്ലാവരിലും ഈശ്വരീയ ശക്തി ഉണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ എന്നിലുമുണ്ട് നിന്നിലുമുണ്ട് ഈശ്വരീയ ശക്തി. അപ്പോൾ ഞാനും ഈശ്വരന് തുല്യനായി എന്ന് ചില യോഗികൾ ചിന്തിച്ചേക്കാം. അങ്ങനെയുള്ള യോഗികൾക്ക് മോക്ഷാർത്ഥമായിട്ട് അവർക്ക് ഹയർ പ്ലാനറ്ററി സിസ്റ്റത്തിലേക്ക് എലിവേറ്റഡ് ആകാൻ സാധിക്കില്ല. പകരം ഞാൻ ദൈവമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു യോഗി തീർച്ചയായിട്ടും ഗോ ടു ഹെൽ എന്നാ പറയാ, നരകങ്ങളിലേക്ക് പതിക്കും എന്നാണ് പറയാ. കാരണം ഒരു മനുഷ്യനും ഒരു ജീവാത്മാവിനും ഒരിക്കലും പരമാത്മാവിന് തുല്യനോ പരമാത്മാവാകാനോ സാധിക്കില്ല. പരമാത്മാവായിട്ട് സച്ചിദാനന്ദ വിഗ്രഹനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ്. അതേ ഭഗവാൻ തന്നെയാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മ സ്വരൂപൻ. ചില യോഗികൾക്ക്, അപൂർവം ചില യോഗികൾക്ക് ആ പരമാത്മ റിയലൈസേഷൻ ലഭിക്കുകയും ആ പരമാത്മ റിയലൈസേഷൻ കിട്ടുന്ന യോഗികൾക്ക് അവർക്ക് ഹയർ പ്ലാനറ്ററി സിസ്റ്റത്തിലേക്ക് എലിവേറ്റഡ് ആകാൻ അവരുടെ മിസ്റ്റിക് പവർ കൊണ്ട് സാധിക്കും. കാരണം അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു യോഗിക്ക് 8 തരത്തിലുള്ള മിസ്റ്റിക് പവർ ലഭിക്കും. അങ്ങനെ 8 തരത്തിലുള്ള മിസ്റ്റിക് പവർ ലഭിക്കുന്ന ഒരു യോഗിക്ക് തീർച്ചയായിട്ടും അവന്റെ പ്രാണനെ അവന്റെ ഉച്ചിയിലുള്ള ബ്രഹ്മരന്ധ്രത്തിലൂടെ വെളിയിൽ കടത്തി ഇഷ്ടമുള്ള ലോകത്തേക്ക് എലിവേറ്റഡ് ആകാൻ സാധിക്കും. ഇഷ്ടമുള്ള ലോകം എന്ന് പറയുമ്പോൾ 14 ലോകത്തിൽ 4 ഹയർ പ്ലാനറ്ററി സിസ്റ്റം ഉണ്ട്. ജനലോകം, മഹർലോകം, തപലോകം, സത്യലോകം. ഇതിലേത് ലോകത്ത് വേണമെങ്കിലും ഒരു യോഗിക്ക് എത്തിപ്പെടാം. അങ്ങനെ എത്തിപ്പെടുന്ന ഒരു യോഗി ബ്രഹ്മാവിന്റെ ആയുസ് ഒടുങ്ങുന്നതോടൊപ്പം ബ്രഹ്മാവിനോടൊപ്പം വൈകുണ്ഠ ലോക പ്രാപ്തി നേടാനും ചില യോഗികൾക്ക് സാധ്യമാകും. അപ്പൊ വേദങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് കർമ്മകണ്ടോ താണ്ടുന്ന കർമ്മികൾക്ക് സ്വർഗലോക മോക്ഷവും, ജ്ഞാനകണ്ടോ താണ്ടുന്ന ഒരാൾക്ക് ബ്രഹ്മൻ റിയലൈസേഷനും, അഷ്ടാംഗ യോഗ ഉപാസന കണ്ടോ താണ്ടുന്ന ഒരാൾക്ക് പരമാത്മ റിയലൈസേഷനും പ്രാപ്തമാക്കാം. എന്നാൽ ഈ വേദങ്ങളുടെ എല്ലാം അന്ത്യത്തിൽ ഭഗവാൻ പറയുന്നത് വേദേഷു സർവേർ അഹം വേദ്യ വേദ്യോ വേദാന്ത കൃത് വേദ വിദേഹ ചാഹം. അതായത് എല്ലാ വേദങ്ങളുടെയും അവസാനം മനസ്സിലാക്കുന്നത് എല്ലാം ഗോവിന്ദനാണ്. ഈ 33 കോടി ദേവി ദേവന്മാരും വർഷിപ്പ് ചെയ്യുന്നത് ഗോവിന്ദ ഭഗവാനാണ്, സർവേശ്വരൻ, എല്ലാത്തിന്റെയും അധിപൻ, എല്ലാത്തിന്റെയും നേതാവ്, എല്ലാത്തിന്റെയും സംരക്ഷകൻ, എല്ലാത്തിന്റെയും സൃഷ്ടാവ് എന്ന് വേദങ്ങളുടെ എൻഡിൽ പറയുന്നു. ആ എൻഡിൽ വേദങ്ങളുടെ അവസാനം മനസ്സിലാക്കുന്ന ആളുകളെയാണ് വേദാന്തികൾ എന്ന് പറയുക. അപ്പോ നാരദ മഹർഷിക്ക് വേദാന്തികളോടൊപ്പമായിരുന്നു അസോസിയേറ്റ് ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചത്. അവരുടെ ചാതുർമാസ്യ വ്രതകാലത്ത് നാരദ മഹർഷി ഒരു കുട്ടിയായിരുന്നപ്പോൾ അവന്റെ അമ്മയോടൊപ്പം ആ വേദാന്തികളെ സർവീസ് ചെയ്യാൻ സാഹചര്യം ലഭിച്ചു. അപ്രകാരം വേദാന്തികളിൽ നിന്ന് ഭഗവാനെ പറ്റി മനസ്സിലാക്കുവാനും ആ കുട്ടിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് നാരദീയ മഹത്വം ലഭിച്ചത്. ശരിക്കും പറഞ്ഞാൽ നാരദീയ മഹത്വം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പൊസിഷൻ തന്നെയാണ്. ബ്രഹ്മാവ് എന്ന് പറയുന്നതും ഒരു പൊസിഷൻ തന്നെയാണ്. ഇന്ദ്രൻ എന്ന് പറയുന്നതും ഇന്ദ്ര പദവിയാണ്, ഒരു പൊസിഷനാണ്. ഏത് ജീവാത്മാക്കൾക്ക് വേണമെങ്കിലും ഈ പൊസിഷനിലേക്ക് എത്തിപ്പെടാം. പക്ഷേ അതിനുള്ള ക്വാളിഫിക്കേഷൻ നേടണമെന്ന് മാത്രം. അതിനുള്ള സുകൃതി നേടിക്കഴിയുമ്പോൾ ആ ജീവാത്മാവിന് ഈ ബ്രഹ്മനാകാനോ ബ്രഹ്മദേവനാകാനോ ഈ ഇന്ദ്രനാകാനോ നാരദ മഹർഷിയാകാനോ എങ്ങനെ വേണമെങ്കിലും സാധിക്കും. എത്രത്തോളം ഭാവത്തോടെ ഭഗവാനെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നുവോ ആ ഭാവത്തിൽ എത്തിച്ചേരാൻ ഭഗവാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്രകാരം വേദങ്ങളുടെ അവസാനം മനസ്സിലാക്കിയ വേദാന്തികളിലൂടെ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കൂ. പക്ഷേ സന്ദർഭവശാൽ വേദങ്ങളിൽ ഭഗവാനെ പറ്റി വിശദമായി വിവരിക്കുന്നില്ല.
എന്നാൽ വ്യാസദേവൻ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം രചിച്ചതിന് ശേഷം അവസാനം വേദാന്ത സൂത്രം രചിച്ചു. എന്തിനെന്ന് ചോദിച്ചാൽ എല്ലാ വേദങ്ങളിലൂടെയും പോകുന്നതിന് പകരം വേദാന്ത സൂത്രം മാത്രം പഠിക്കുന്ന ഒരാൾക്ക് സാക്ഷാൽ ഭഗവാനെ മനസ്സിലാക്കാനോ ഭഗവാനിലേക്ക് അടുക്കാനോ സാധിക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വേദാന്ത സൂത്രം രചിച്ചത്. പക്ഷെ വേദാന്ത സൂത്രം രചിച്ചിട്ടും വ്യാസദേവന് മനസ്സിന് സംതൃപ്തി തോന്നിയില്ല. എന്തോ പോരായ്മ അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു. അതെന്താണെന്ന് മനസ്സിലാകാതെ വ്യാസദേവൻ കഠിന തപസ്സിൽ ഏർപ്പെടുകയും അപ്രകാരം നാരദ മഹർഷി വ്യാസദേവന്റെ മുന്നിൽ പ്രത്യക്ഷനാവുകയും വ്യാസദേവന്റെ സങ്കട നിവൃത്തി എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ ത്രികാലജ്ഞാനിയായ നാരദ മഹർഷിക്ക് അറിവുള്ളതാണല്ലോ എല്ലാം. എന്റെ മനസ്സിന്റെ ഈ പരിപൂർണത എപ്പോൾ ലഭ്യമാകും, എങ്ങനെ കരസ്ഥമാക്കും എന്ന് അന്വേഷിച്ച വ്യാസദേവന് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ഭഗവാനിലേക്കുള്ള വഴി നീ കാണിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് നിനക്ക് മനസ്സിന് സംതൃപ്തി തോന്നാത്തത്. അതുകൊണ്ട് ദയവായി ഭഗവാനിലേക്കുള്ള മാർഗം തെളിയിച്ചു കൊടുക്കൂ. ഏതൊരാളാണോ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് അയാൾക്ക് യഥാർത്ഥത്തിൽ ബാക്ക് ടു ഗോഡ് ഭഗവത് ധാമത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. ഇപ്രകാരം അഡ്വൈസ് കിട്ടിയ വ്യാസദേവൻ അതിനുശേഷം വേദാന്ത സൂത്രത്തിന് രചിച്ചതിന് ശേഷവുമാണ് ശ്രീമദ് ഭാഗവതം രചിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീമദ് ഭാഗവതം വേദാന്ത സൂത്രത്തിന്റെ രണ്ടാമത്തെ വരിയിൽ നിന്ന് തുടങ്ങിയതും. ശ്രീമദ് ഭാഗവതത്തിന്റെ ആദ്യത്തെ വരി ജന്മാദിയസ്യ എന്ന് തുടങ്ങുന്നു. ഈ ജന്മാദിയസ്യ എന്ന് പറയുന്നത് വേദാന്ത സൂത്രത്തിന്റെ രണ്ടാമത്തെ വരിയാണ്. ആദ്യത്തെ വരിയാണ് അതാതോ ബ്രഹ്മ ജിജ്ഞാസ. അതായത് ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ബ്രഹ്മത്തെ അറിയാനുള്ള ഒരു ജിജ്ഞാസു ഉണ്ടായിരിക്കണം. ജിജ്ഞാസു ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ ബ്രഹ്മത്തെ തിരിച്ചറിയാനും സാധിക്കൂ. അപ്പോൾ ബ്രഹ്മത്തെ തിരിച്ചറിയുന്ന ഒരാള് തീർച്ചയായിട്ടും ഭഗവാന്റെ മാർഗത്തിലേക്ക് വരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ജന്മാദിയസ്യ എന്ന് പറഞ്ഞിട്ട് ശ്രീമദ് ഭാഗവതം തുടങ്ങിയത്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിന്റെ ഒന്നാമത്തെ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ ശ്രീമദ് ഭാഗവതത്തെ പറ്റിയും ഭഗവാനെ പറ്റിയും വ്യാസദേവൻ ഗ്ലോറിഫൈ ചെയ്യുന്നു. ഏതൊരാളാണോ ശ്രീമദ് ഭാഗവതം പഠിക്കുന്നത് ആ ആൾക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കണം. ഭഗവാന്റെ മേഴ്സി ഇല്ലെങ്കിൽ ഭഗവാനെ പറ്റി മനസ്സിലാക്കാനേ സാധിക്കില്ല. അതുകൊണ്ടാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദിയസ്യ എന്ന് തന്നെ തുടങ്ങിയത്. കാരണം ഈ ജന്മാദിയസ്യ എന്നതിന്റെ അർത്ഥം സൃഷ്ടി സ്ഥിതി സംഹാരം ഈസ് ഡൺ ബൈ വസുദേവ കൃഷ്ണ എന്നാണ്. അപ്രകാരം ഭഗവാനാൽ സൃഷ്ടിക്കുകയും ഭഗവാനാൽ നിലനിർത്തുകയും ഭഗവാനാൽ സംഹരിക്കുകയും ചെയ്യുന്ന ഈ കൃഷ്ണശാസ്ത്രമാണ് ഭാഗവത്തിൽ ഉടനീളം വിശദമാക്കിയിരിക്കുന്നത്. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഭാഗവതം മൊത്തവും വിവരിച്ചിരിക്കുന്നത്. ആദ്യമായി നമ്മൾ കാണുന്നു നൈമശരണ്യയിലെ ശൗനകാദികൾ സൂതഗോസ്വാമിയോട് ചോദിക്കുന്നു. ആ സൂതഗോസ്വാമി നൈമശരണ്യയിലെ ശൗനകാദികൾക്ക് ഉത്തരം നൽകുന്നത് താൻ എവിടെ നിന്ന് കേട്ടുവോ അവിടെ നിന്ന് അതേപടിയുള്ള ഉത്തരമാണ് നൽകുന്നത്. സൂതഗോസ്വാമി എപ്പോഴാണോ ശുഗ ബ്രഹ്മനിൽ നിന്ന് പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചറിഞ്ഞത് അതേ സദസ്സിൽ ഉണ്ടായിരുന്ന സൂതഗോസ്വാമിക്ക് ശുഗബ്രഹ്മനിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ ഇടയാവുകയും അത് ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും സാധിച്ചു. ഇതേപോലെ ഉദ്ധവ ഗീത എന്ന് പറഞ്ഞിട്ട് ഉദ്ധവർക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മൈത്രേയ മുനി അവിടെ ആഗതനായിരുന്നു. അപ്പോൾ സന്ദർഭവശാൽ മൈത്രേയ മുനിക്കും ശ്രീമദ് ഭാഗവതം ഭഗവാനിൽ നിന്ന് നേരിട്ട് കേൾക്കാനും ഭാഗ്യം സിദ്ധിച്ചു. അതുകൊണ്ട് തന്നെ മൈത്രേയ മുനിക്ക് വിതുരർക്ക് അഡ്വൈസ് ചെയ്യാൻ ഉപദേശിച്ചു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല കൺവെർസേഷനിലൂടെയാണ് ശ്രീമദ് ഭാഗവതം സയൻസ് ഓഫ് കൃഷ്ണ നമ്മുടെ മുന്നിൽ വെളിവായി കിട്ടുന്നത്. ഇവിടെ പറയുന്നത് വേദങ്ങളും ഭാഗവതവും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് സാക്ഷാൽ ഭാഗവത ധർമ്മമാണ്. ഭാഗവത ധർമ്മം എന്ന് വെച്ചാൽ സാക്ഷാൽ ഭഗവത് ധർമാസ്തു സാക്ഷാൽ ഭഗവത് പ്രണീതം. അതായത് സാക്ഷാൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നതാണ് യഥാർത്ഥ ഭാഗവത ധർമ്മം. എന്നാൽ വേദങ്ങളിലൂടെയുള്ള ധർമ്മം 33 ദേവീ ദേവന്മാരെ പ്രീതിപ്പെടുത്തിയാൽ കിട്ടുന്ന മോക്ഷത്തെ പറ്റിയാണ് വിവരിക്കുക. ധർമ്മ അർത്ഥ കാമ മോക്ഷ ഈ 4 പുരുഷാർത്ഥങ്ങളിലൂടെയാണ് വേദങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ മോക്ഷം നേടേണ്ടത്. ധർമ്മം എന്ന് പറഞ്ഞാൽ അതിൽ വിവരിച്ചിരിക്കുന്ന ധർമ്മം പാലിക്കുക. അർത്ഥം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഉന്നതി, അതായത് എങ്ങനെയും പണം ഉണ്ടാക്കുക.
ആ അർത്ഥം നേടിക്കഴിഞ്ഞാൽ കാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യുക. സാധാരണ ആവശ്യമുള്ള ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്തു കഴിഞ്ഞാൽ മോക്ഷമാർഗത്തിലേക്ക് തിരിയണം. അങ്ങനെ 4 പുരുഷാർത്ഥങ്ങളിലൂടെ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഈ കലിയുഗത്തിൽ ഇതൊന്നും സാധ്യമല്ലാതായിരിക്കുന്നു. കാരണം ഭഗവാൻ ഭഗവത്ഗീതയിൽ അവസാനത്തെ അധ്യായം 18-ാം അധ്യായത്തില് പറഞ്ഞിട്ട് പോയി, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജാന്ന്. അപ്പോൾ സർവധർമ്മങ്ങളെ പരിത്യജിക്കാൻ പറഞ്ഞു. അപ്പോൾ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മങ്ങളൊന്നും നമ്മൾ പാലിക്കേണ്ടതില്ല എന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവർ ധർമ്മം പാലിക്കാതെയായി. കലിയുഗത്തിലെ ആൾക്കാര് ധർമ്മം പാലിക്കാത്തത് കൊണ്ട് തന്നെ മോക്ഷമാർഗവും അവർക്ക് തെളിയാതെയായി. പകരം അവര് അർത്ഥ ആൻഡ് കാമ ഈ 2 പുരുഷാർത്ഥങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനു വേണ്ടി മാത്രം ജീവിക്കുന്നു. അതായത് എങ്ങനെയും പണം ഉണ്ടാക്കുക, അർത്ഥം നേടുക, അതെല്ലാം ഡിസയർ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. അപ്പോൾ ജീവിതകാലം മുഴുവനും കഠിനാധ്വാനം ചെയ്ത് അവരുടെ കൂടിക്കൂടി വരുന്ന ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും അവർക്ക് ആഗ്രഹ പൂർത്തീകരണം വരുന്നില്ല. കാരണം കലിയുഗത്തിലെ ആൾക്കാര് അല്പായുഷുക്കളാണ്. ആയുസ് ഒടുങ്ങി പോവുകയും ചെയ്യും. അങ്ങനെ കഴുതകളെ പോലെ നമ്മൾ പണിയെടുത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാം എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ സമാപ്തിയിൽ എത്തുന്നതിന് മുന്നേ നമ്മുടെ ആയുസ് ഒടുങ്ങുകയും ചെയ്യുന്നു. ആ മനുഷ്യജന്മം കൊണ്ട് എന്താണ് ഫലം? യാതൊരു ഗുണവുമില്ലാതെ മൃഗങ്ങളെ പോലെ, ദ്വിപാദ പശുവിനെ പോലെ നമ്മൾ ആഹാര നിദ്ര ഭയ മൈഥുനം ആ വിധത്തിൽ ജീവിക്കുന്നു. വെറും മൃഗതുല്യമായി ജീവിക്കുന്നു. അതിന് പരിഹാരമായിട്ടാണ് ശ്രീമദ് ഭാഗവത ധർമ്മം നമുക്ക് ശ്രീ ചൈതന്യ മഹാപ്രഭു ഉപദേശിച്ചു തന്നത്. സാക്ഷാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ തന്നെ ഒരു ഭക്തന്റെ രൂപത്തിൽ വന്നിട്ട് പറയാണ്, ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും മാത്രം പഠിച്ചാൽ മതി, സർവ്വ വേദങ്ങളും പഠിച്ചതിന് തുല്യമാണ് എന്ന്. അതിന്റെ കാരണം വേദങ്ങളിലൂടെ നേടുന്ന മോക്ഷത്തെക്കാൾ ഭാഗവത ധർമ്മം അനുസരിച്ച് കിട്ടുന്ന മോക്ഷമാണ് യഥാർത്ഥ മോക്ഷം. അത് വൈകുണ്ഠ ലോകപ്രാപ്തിയാണ്. അത് ഈ ഭൗതിക ലോകത്ത് നിന്ന് എന്നേക്കുമായിട്ടും വിടുതൽ നേടി അതീന്ദ്രധാമത്തിൽ എത്താം. അതെങ്ങനെ നമുക്ക് കർമ്മം ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അതായത് വേദങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്ന കാണ്ഡയിൽ പറഞ്ഞിരിക്കുന്ന കർമ്മം നമ്മൾ ഭാഗവതത്തിലൂടെ സഞ്ചരിച്ച് ചെയ്യുന്ന കർമ്മമാകുമ്പോൾ അത് കർമ്മയോഗയാകും. കാരണം ഭഗവത്ഗീതയിൽ പറയുന്നു, കർമ്മയോഗം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുക, റിസൾട്ട് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തെയാണ് കർമ്മയോഗ എന്ന് പറയുക. അർജുനനോട് പറയുന്നുണ്ട്, മയ്യ അർപ്പിത മനോർബുദ്ധി, അല്ലയോ അർജുന, മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചുകൊണ്ട് നീ എനിക്കായി കർമ്മം ചെയ്യൂ. അത് തന്നെയാണ് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറഞ്ഞത്. മാമേകം, ഭഗവാനിൽ മാത്രം ശരണം പ്രാപിച്ചുകൊണ്ട് ഭഗവാനായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്താൽ അത് ഭക്തിയുത സേവനം ആയി മാറും. അപ്പോൾ എങ്ങനെയാണ് കർമ്മകാണ്ഡയിലുള്ള കർമ്മം ഭഗവത് ധർമ്മം പാലിച്ചുകൊണ്ട് ഭക്തിയുത സേവനത്തിലേക്ക് മാറ്റാൻ സാധിക്കും എന്ന വിശദമായിട്ടുള്ള വിവരണമാണ് ഈ ശ്ലോകത്തിലൂടെ നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബുദ്ധിഹീനരായ നമ്മൾക്ക് ഈ ഒരു 4 വരിയിലൂടെ അല്ലെങ്കിൽ 2 വരിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിന്റെ അർത്ഥം പരിപൂർണമായും മനസ്സിലാക്കാൻ ബുദ്ധിയില്ല, ഭാഗ്യമില്ല. നമ്മള് അല്പായുഷ്കളാണ്, ഭാഗ്യം കെട്ടവരാണ്, ബുദ്ധിയില്ലാത്തവരാണ് എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്ന കലിയുഗത്തിലെ. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് അതിന്റെ വിശദമായ അർത്ഥം നമുക്ക് ഭാവാർത്ഥത്തിലൂടെ വിവരിച്ചു തരുന്നത്. അപ്പോൾ പറയുന്നു, കർമ്മബന്ധനത്തിന് ഹേതുവാകുന്ന കർമ്മം കൊണ്ട് തന്നെ നമുക്കതിനെ ഖണ്ഡിക്കാൻ പറ്റുമെന്ന്. അതായത് കർമ്മകാണ്ഡയിലുള്ള കർമ്മങ്ങൾ എന്ന് വെച്ചാൽ ധർമ്മം പാലിക്കുക, അതാണ് യഥാർത്ഥ കർമ്മം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നാമത്തെ കർമ്മമായിട്ട് പറയുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കർമ്മം ചെയ്യൂ. അപ്പോൾ ഭഗവാനിൽ മനസ്സ്, മയ്യ അർപ്പിത മനോർബുദ്ധി, മനസ്സും ബുദ്ധിയും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ നീത കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതായി മാറും. അപ്പോൾ ആ കർമ്മത്തിന് ബന്ധനത്തിന് ഹേതുവാകുന്നില്ല എന്ന് സാരം. അപ്പോൾ നമ്മൾ കർമ്മയോഗയിലേക്ക് കടക്കുന്നു എന്നർത്ഥം. ഭഗവത്ഗീതയില് ആദ്യത്തെ 6 അധ്യായങ്ങൾ കർമ്മയോഗയായിട്ടും രണ്ടാമത്തെ 6 അധ്യായങ്ങൾ ചേർന്ന് ഭക്തി യോഗയായിട്ടും അവസാനത്തെ 6 അധ്യായങ്ങൾ ജ്ഞാനയോഗയായിട്ടും പറയുന്നുണ്ട്. ആ ജ്ഞാനയോഗയിൽ നിന്നാണ് ഭാഗവതം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ
ഭാഗവതത്തിന്റെ ആദ്യ സ്കന്ധങ്ങൾ വളരെ കടുകട്ടിയായിട്ടുള്ള ഹൈ ജ്ഞാനം, നോളജ് ആണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യർക്കൊന്നും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ഒരു ഗുരുവിൽ നിന്ന്, ആചാര്യനിൽ നിന്ന്, ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്ററിൽ നിന്ന്, അല്ലെങ്കിൽ ഗുരു സമ്പ്രദായത്തിലൂടെ കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ആചാര്യനിൽ നിന്ന് അതേപടി ജ്ഞാനം നമ്മളിലേക്ക് പകർന്നു കിട്ടിയാൽ ഭഗവാന്റെ ശാസ്ത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇവിടെ നാരദ മഹർഷി വ്യാസദേവനോട് പറയുന്നത്, നിന്റെ ദുഃഖത്തിന് ഹേതു നീ ഭഗവാനിലേക്ക് അടുക്കാനുള്ള വഴി, മാർഗം നീ സാധാരണ ജനങ്ങൾക്കായി തുറന്നു വച്ചില്ല. അതുകൊണ്ടാണ് നിന്റെ ദുഃഖത്തിന് കാരണം. അപ്പോ നീ ഭഗവാനിലേക്ക് എങ്ങനെ ഭക്തിയുത സേവനത്തിലൂടെ എത്തിപ്പെടാം എന്നത് വിശദമാക്കൂ. അതിനെയാണ് ഭാഗവത ധർമ്മം എന്ന് പറയുക. അതാണ് ശ്രീമദ് ഭാഗവത്തിലെ ഈ ശ്ലോകത്തിലൂടെ നാരദ മഹർഷി വ്യാസദേവന് വ്യക്തമാക്കി കൊടുക്കുന്നത്. ബാക്കി ഭാവാർത്ഥത്തിലേക്ക് പോകാം. അപ്രകാരം പ്രവർത്തിക്കുന്ന പക്ഷം ഒരാളുടെ പ്രവർത്തനം കർമ്മയോഗത്തിൽ അഥവാ സ്വാഭാവികമായ പ്രവണതയുള്ള പ്രവർത്തനത്തിൽ വ്യാപൃതമായിരിക്കെ ആത്മീയ പരിപൂർണത പ്രാപ്തമാകുന്ന മാർഗത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു. കണ്ടോ, നമ്മൾ കർമ്മകാണ്ഡയിലൂടെ സഞ്ചരിച്ച് ഇത്രയും നാൾ നമ്മൾ കർമ്മികളായിരുന്നു. ഇപ്പോൾ ഭക്തിയുത സേവനം കുറേശ്ശെ മനസ്സിലാക്കി വരുമ്പോൾ, നമ്മൾ ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ കർമ്മികൾ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി കർമ്മയോഗികൾ അല്ലെങ്കിൽ ഭക്തി യോഗികളായി മാറുന്നു. ഭക്തിയോഗം ചെയ്യാൻ കലിയുഗത്തിലെ ആൾക്കാർക്ക് വളരെ ഈസിയാണ്. ആചാര്യന്മാരുടെ നിർദ്ദേശങ്ങൾ മാത്രം അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിതം ക്രമപ്പെടുത്തി ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കർമ്മയോഗത്തിൽ തന്നെ തുടരാൻ സാധിക്കും. അതോടൊപ്പം ജ്ഞാനവും കൂടെ ആർജിക്കുമ്പോൾ കർമ്മയോഗവും ജ്ഞാനയോഗവും ഒരുമിച്ച് ഒരു ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന ഒരു ഭക്തന് പ്രാപ്തമാകും. ഇത് രണ്ടും പ്രാപ്തമാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഭക്തിയോഗവും നമ്മളിൽ ചേരും. അപ്പോൾ ഭക്തിയും കർമ്മവും ജ്ഞാനവും ഒരുമിച്ച് ആകുന്നതിനെയാണ് ഭക്തിയുത സേവനം എന്ന് പറയുക. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓരോ ഭക്തനും ഭക്തിയോഗത്തിൽ അല്ലെങ്കിൽ കർമ്മയോഗത്തിൽ അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ആത്മീയ പരിപൂർണത പ്രാപ്തമാക്കുന്ന കർമ്മങ്ങളിലേക്ക് നമുക്ക് വ്യാപരിക്കാൻ സാധിക്കും. ക്രമേണ ക്രമേണ നമുക്ക് അതിന്റെ പരിപൂർണതയിൽ എത്താനും സാധിക്കും എന്ന് പറയുന്നു. ഇതൊന്നും ഒറ്റയടിക്ക് നേടാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ സ്ലോലി ആദ്യം ഒരു റൗണ്ട് ചാണ്ടിയും പിന്നെ 2 റൗണ്ടിലേക്ക് ഉയരും, അങ്ങനെ പതിയെ 4 റൗണ്ടിലേക്ക് ഉയരും. അങ്ങനെ വർഷങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ 16 റൗണ്ടിലേക്ക് എത്തുക. ആ 16 റൗണ്ട് ഭഗവാന്റെ നാമം ജപിക്കുന്നതിലൂടെ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാനും സ്പിരിച്വൽ മാസ്റ്ററിന്റെ ഉപദേശങ്ങൾ പാലിക്കുവാനും നമ്മൾ സാധ്യമാകുന്നു, അല്ലെങ്കിൽ നമ്മൾ ക്വാളിഫൈഡ് ആകുന്നു. കാരണം ഈ ജപത്തിലൂടെയാണ് ഭഗവാന്റെ കൃപ നമ്മളിലേക്ക് എത്തുക. ഭഗവാന്റെ കൃപ നമ്മളിലേക്ക് എത്തുമ്പോൾ ക്രമേണ നമ്മളും ഭഗവാനിലേക്കുള്ള വഴി അന്വേഷിക്കും. അങ്ങനെ ഭക്തിയുത സേവനത്തിലേക്ക് നമ്മൾ പതിയെ നടക്കും. നമ്മൾ പോലും അറിയാതെ തന്നെ പരിപൂർണ ആത്മീയ പരിപൂർണതയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നു. ഇവിടെ ആത്മ എന്ന പദം സർവ ഫലോദ്ദിഷ്ട കർമ്മ വിഭാഗങ്ങളെയും സൂചിപ്പിക്കുന്നു. അതായത് കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം, സാധാരണ ജനങ്ങൾ ചെയ്യും പോലെ തന്നെയാണ്. നമ്മൾ ഓഫീസിൽ പോകുന്നു, ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു. പക്ഷെ എന്താണ് വ്യത്യാസം? കർമ്മയോഗ അല്ലെങ്കിൽ ഭക്തി യോഗ ചെയ്യുന്നവര് കർമ്മികളെക്കാളുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചിട്ട് ചെയ്യുന്നു. ഉദാഹരണം, നമ്മൾ ആഹരിക്കുന്നു, സാധാരണ കർമ്മികളും ആഹരിക്കുന്നു. അവര് അവർക്കായി കുക്ക് ചെയ്തിട്ട് അവർക്കായിട്ട് ആഹരിക്കുന്നു. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഭഗവാന് വേണ്ടി കുക്ക് ചെയ്യുന്നു, ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നു, ഭഗവാന്റെ ആ പ്രസാദം സ്വീകരിച്ച് ആഹരിക്കുന്നു. ഇതാണ് ഭക്തിയോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളും സാധാരണ കർമ്മികളും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ കർമ്മികളിൽ നിന്ന് തുടങ്ങി നമ്മൾ കർമ്മകാണ്ഡോ കഴിഞ്ഞ് ഭക്തിയോഗയിലേക്ക് അല്ലെങ്കിൽ കർമ്മയോഗയിലേക്ക് കടക്കുമ്പോൾ കർമ്മയോഗയും ജ്ഞാനയോഗയും ഭക്തിയോഗയും ഒരുമിച്ച് നമ്മളിലേക്ക് കിട്ടുന്നു. അതിനാണ് നമ്മൾ ഭഗവാന്റെ നാമം നിരന്തരം ജപിക്കൂ എന്ന് ആചാര്യന്മാർ പറയുന്നത്. ഭഗവാന്റെ നാമം ജപിച്ചെങ്കിൽ മാത്രമേ ഭഗവാന്റെ കൃപയിലൂടെ ഭഗവാനെ മനസ്സിലാക്കാനും സാധിക്കൂ. ഭഗവാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ അഷ്ടാംഗ യോഗ ചെയ്യുന്ന യോഗികളുടെ കൂടെയോ ജ്ഞാനകാണ്ഡോ ഫോളോ ചെയ്യുന്ന ജ്ഞാനികളോടൊപ്പമോ ഞാനില്ല. എന്നാൽ ആരാണോ എനിക്ക് വേണ്ടി ഭക്തിയുത സേവനം ചെയ്യുന്നത് ആ ഭക്തന്മാരോടൊപ്പമാണ് ഞാൻ ഉള്ളത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലാതെ വൈകുണ്ഠ ലോകത്തിൽ ഭഗവാന് പോയി സ്വസ്ഥമായിട്ട് ഇരിക്കുന്നില്ല. ഭഗവത് ധാമത്തിൽ ഗോലോക വൃന്ദാവനത്തിൽ പോയി ഭഗവാൻ നിരന്തരം രാസലീല ആടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും സെയിം ടൈം ഭഗവാൻ ഭക്തന്മാരെ കൂടെയും
എല്ലായ്പ്പോഴും ഇരിക്കുന്നു. അതാണ് ഭഗവാന്റെ അചിന്ത്യ ഭേദ അഭേദ തത്വം. ഭഗവാൻ അവിടെയുമുണ്ട്, ഭഗവാൻ ഇവിടെയുമുണ്ട്, ഭക്തന്മാരെ കൂടെയുമുണ്ട്, അതേസമയം അതീന്ദ്രിയ ലോകത്തും ഭഗവാനുണ്ട്. ഇതൊക്കെ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിർണയം എന്തെന്നാൽ സർവ ഫലോദ്ദിഷ്ട കർമ്മങ്ങളുടെയും മറ്റു കർമ്മങ്ങളുടെയും പരിണാമത്തെ ഭഗവത് സേവനവുമായി കൃത്യമായ രീതിയിൽ യോജിപ്പിക്കുന്ന പക്ഷം ഇതിനുമേൽ വർദ്ധിതമായ കർമ്മം ഉൽപ്പത്തിയാകുന്നത് അവസാനിക്കും. അപ്പൊ റിസൾട്ട് ഓറിയന്റഡ് കർമ്മയിലുള്ള റിസൾട്ട് അനുഭവിക്കാൻ നമുക്ക് ബാധ്യത ഇല്ലാതാകുന്നു. എപ്പോഴാണോ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നത് ആ കർമ്മത്തിന്റെ റിസൾട്ട് എല്ലാം നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാകയാൽ ആ റിസൾട്ട് അനുഭവിക്കാൻ വീണ്ടും വീണ്ടും ജന്മം എടുക്കേണ്ടി വരില്ല. എന്നാൽ കർമ്മികളാകട്ടെ അവർ ഫലോദ്ദിഷ്ട കർമ്മങ്ങളാണ് ചെയ്യുന്നത്. അതായത് ഒരു ഡെമിഗോഡിനെ വർഷിപ്പ് ചെയ്താൽ അതിന് ഗീവ് ആൻഡ് ടേക്ക് പോളിസി, അതായത് ഒരു ബിസിനസ് പോലെ ഞാൻ ഈ അർച്ചന ചെയ്തേക്കാം, ഈ നേർച്ച നടത്തിയേക്കാം, എനിക്കൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു ഭാര്യയെ കിട്ടണം, അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതം വേണം, അതിന് പകരം ഞാൻ അർച്ചന ചെയ്തേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ച നടത്തിയേക്കാം. ഇപ്പൊ ഉരുളി കമഴ്ത്തി എനിക്കൊരു കുട്ടിയെ കിട്ടിയാൽ ഞാൻ ഉരുളി കമഴ്ത്തിയേക്കാം. ഇങ്ങനെ ഗീവ് ആൻഡ് ടേക്ക് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് വാങ്ങുന്ന ഫലങ്ങളാണ്, ഫലോദ്ദിഷ്ട കർമ്മങ്ങളാണ് നമ്മൾ കർമ്മികൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരാണോ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നത് അവർക്ക് തിരിച്ച് സഹായം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോ അത് കാരണം നമുക്ക് ദേവന്മാരോടൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ കടബാധ്യത വരുന്നു. ആ കടബാധ്യത വീട്ടുന്നതിനായിട്ട് വീണ്ടും വീണ്ടും ജന്മങ്ങൾ എടുക്കുന്നു. ഇങ്ങനെ നിരന്തരം നമ്മൾ നിരന്തരം നമ്മൾ ജനിച്ചും മരിച്ചും ഇങ്ങനെ ജീവിത ചക്രത്തിൽ പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിൽ നിന്നെല്ലാം ഒരു മോചനം വേണമെങ്കിൽ, ഈ ഭൗതിക ബന്ധനത്തിൽ നിന്ന് എന്നേക്കുമായി മോചനം വേണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം എന്ന രീതിയാണ് ഇവിടെ നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ആ കർമ്മവൃക്ഷമാകുന്ന ആൽവൃക്ഷത്തിന്റെ സമ്പൂർണ്ണ ഭൂകാണ്ഡത്തെയും സമൂലം നശിപ്പിക്കുകയും മാത്രമല്ല കർമ്മം നിർവഹിക്കുന്നവനെ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ വഹിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പൊ ഭക്തിയുത സേവനം ചെയ്യുന്ന ഒരു കർമ്മിയെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് എല്ലാ കർമ്മബന്ധങ്ങളെയും വേരോടെ സമൂലം പിഴുതെറിയപ്പെടുകയും നമ്മുടെ യാതൊരു റിസൾട്ട് അനുഭവിക്കാൻ ബാക്കിയില്ലാതെ നമ്മളെ പരിപൂർണ പരിശുദ്ധരാക്കിക്കൊണ്ട് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിലേക്ക് ആചാര്യനാൽ നയിക്കപ്പെടും എന്നതാണ് ഇവിടെ പറയുന്നത്. സർവപ്രഥമമായി വേദാന്ത വിജ്ഞാനികളും പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരും നിഷ്കളങ്കരുമായ ഭക്ത സംസർഗം കാക്ഷിക്കണം എന്നാണ് സംക്ഷേപം. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ, ഈ സുകൃതി നമ്മളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ആത്മീയ ആചാര്യന്മാരുടെയും സംശുദ്ധമായ ഭക്തന്മാരുടെയും അസോസിയേഷൻ ഏറ്റവും അത്യാവശ്യമാണ് എന്ന് പറയുന്നു. സന്ദർഭവശാൽ ഭാഗ്യവശാൽ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച പരിശുദ്ധ ഭക്തരുടെ അസോസിയേഷൻ ലഭിക്കുകയും അതിലൂടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തന്നെ നമ്മുടെ പാപഫലങ്ങളെല്ലാം നള്ളിഫൈ ചെയ്യുകയും നമ്മൾ പരിശുദ്ധിയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യും. വളരെ സ്പീഡിൽ നമ്മൾ പരിശുദ്ധിയിലേക്ക് അടുക്കും. അതാണ് ഈ വൈഷ്ണവ അസോസിയേഷൻ, ഗ്രേറ്റ് സന്യാസിമാര് ആചാര്യന്മാരുടെ അസോസിയേഷൻ എടുക്കണം എന്ന് പറയുന്നത്. ഒരു ലവ മാത്ര സാധു സംഘ അത് തന്നെ ധാരാളമാണ്. അപ്പൊ എത്രത്തോളം നമുക്ക് അവരോട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ജന്മാന്തരങ്ങളായി പേറി വന്ന കർമ്മഫലങ്ങളെല്ലാം നള്ളിഫൈ ചെയ്ത് കിട്ടും. അതാണ് അത്രയും ശ്രേഷ്ഠത. അപ്പൊ ആ ആചാര്യന്റെ കൃപ നമ്മളിലേക്ക് എല്ലാവർക്കും ഒരു നോട്ടത്തിലൂടെ തന്നെ എത്തിക്കഴിഞ്ഞു. ഏതൊരാളാണോ അദ്ദേഹത്തിന്റെ കണ്ണിൽ പെട്ടത് അവർക്കെല്ലാം പ്യൂരിറ്റി കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് പ്യൂരിറ്റി വന്നു ചേരും. അത്രത്തോളം ഹൃദയത്തിൽ ഭഗവാനെ കൊണ്ടു നടക്കുന്നവരാണ് അവര്. ഡയറക്റ്റ് നമ്മുടെ ശ്രീല പ്രഭുപാദിൽ നിന്നും എല്ലാ മേഴ്സിയും അതേപടി സ്വീകരിച്ച് അതെല്ലാം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഉത്തമ ഭക്തരായിട്ടുള്ള വൈഷ്ണവരുടെ അസോസിയേഷൻ വളരെ അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ആ സംസർഗത്താൽ പുതുഭക്തൻ ശാരീരികമായും മാനസികമായും പരമദിവ്യോത്തമ പുരുഷന് അനിയന്ത്രിതമായ പ്രേമയുധ സേവനം സമർപ്പിക്കുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെ തന്നെ എത്രയോ ആൾക്കാർക്ക് ദാമോദരന് നെയ്വിളക്ക് കാണിക്കാൻ സാധിച്ചിരിക്കുന്നു. അതെല്ലാം ഇതുപോലുള്ള പരിശുദ്ധ ഭക്തന്മാരുടെ സഹായത്താലാണ് നിസ്സാരം. ഈ സേവന മനോഭാവം അനുഗ്രഹാശിസ്സുകൾ ചൊരിയുന്നതിനായി മഹാത്മാക്കളെ പ്രേരിപ്പിക്കുന്നു. അപ്രകാരമുള്ള കൃപയാൽ പുതുഭക്തന്റെ മനസ്സ് ശുദ്ധഭക്തന്റെ സർവ്വ അതീന്ദ്രിയ ഗുണങ്ങളാലും പൂരിതമാകുന്നു. ക്രമേണ
ഇത് അവനെ സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരത്തിന്റെ വ്യവസ്ഥാപിത അവസ്ഥയെയും അവയ്ക്ക് അതീതമായ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തെയും പരമദിവ്യോത്തമ പുരുഷനായ പരമാത്മാവുമായുള്ള അവന്റെ ശാശ്വത ബന്ധത്തെയും കുറിച്ച് മനസ്സിലാക്കാൻ പ്രാപ്തമാക്കുന്ന ഭഗവാന്റെ അതീന്ദ്രിയ ലീലാ ശ്രവണത്തിനുള്ള ദൃഢമായ അഭിനിവേശമായി വികാസം പ്രാപിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വൈഷ്ണവ അസോസിയേഷനിലൂടെയും ആചാര്യന്മാരിലൂടെയും ഗുരുവിലൂടെയും ഒക്കെ ഭഗവാന്റെ മഹത്വങ്ങൾ കേൾക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മ സ്വരൂപൻ ഈ ജീവാത്മാവിനെയും ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ സഹായിക്കും. അപ്രകാരം നമ്മൾ കൂടുതൽ കൂടുതൽ ഭഗവാനെ പറ്റി കേൾക്കുവാനും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുവാനും തൽപരരായി മാറും. അപ്പോ നമ്മൾ കർമ്മകാണ്ഡോ താണ്ടി വന്ന കർമ്മികളെക്കാൾ എത്രയോ ഉന്നത പദവിയിലേക്ക് ഉയർത്തപ്പെടും എന്നതാണ് വാസ്തവം. ഇത് മനസ്സിലാക്കണമെങ്കിൽ പോലും മുജ്ജന്മ സുഹൃതിയും വൈഷ്ണവ അസോസിയേഷനും വളരെ വളരെ അത്യാവശ്യമാണ്. ഹരിബോൽ, ഹരേ കൃഷ്ണ. ബാക്കി ഭാഗവും കൂടെ നമുക്ക് നോക്കാം. അങ്ങനെ ഈ ബന്ധം ശാശ്വത ബന്ധമായി സ്ഥിരീകൃത അവസ്ഥ പ്രാപ്തമാക്കിയതായി നിശ്ചയം വരുത്തിയ ശേഷം നിർവ്യക്തിക ബ്രഹ്മത്തിന്റെയും കേന്ദ്രീകൃത പരമാത്മാവിന്റെയും വ്യാപ്തിക്ക് അതീതമായ പരമദിവ്യോത്തമ പുരുഷന്റെ പരിപൂർണ ജ്ഞാനത്തിലേക്ക് ക്രമാനുഗതമായി വികാസം പ്രാപിക്കുകയും ശുദ്ധ ഭഗവത് ഭക്തിയുത സേവനം ആരംഭിക്കുകയും ചെയ്യുന്നു. കണ്ടില്ലേ പറഞ്ഞത്, നമ്മൾ വേദങ്ങളിലൂടെ കർമ്മകാണ്ഡോ താണ്ടി, ജ്ഞാനകാണ്ഡോ താണ്ടി, ഉപാസന കാണ്ഡോ താണ്ടി ഇപ്പുറം കടക്കുന്ന ആൾക്കാര്, അതായത് അതിനും അപ്പുറത്തേക്ക് എത്തുന്ന ഈ ഭക്തിയുത സേവനത്തിലേക്ക് ഏർപ്പെടുന്ന ഒരാള് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ, അങ്ങനെയുള്ള ഭഗവാന്റെ പരിപൂർണ രൂപത്തിൽ വർഷിപ്പ് ചെയ്യാൻ ക്വാളിഫൈഡ് ആകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് വേദങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയെ മാത്രം പഠിച്ചാൽ മതി. അതിലൂടെ നേടുന്ന നേട്ടത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള അതീന്ദ്രധാമ പ്രാപ്തിയായി മോക്ഷമാർഗം നമുക്ക് തെളിഞ്ഞു കിട്ടും. കാരണം ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് 2 പുരുഷാർത്ഥങ്ങളെ ഉള്ളൂ, ധർമ്മം, മോക്ഷം. ഈ 2 പുരുഷാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഡയറക്റ്റ് വേ ടു മോക്ഷമാർഗം തെളിഞ്ഞു കിട്ടും. അതുകൊണ്ട് ശ്രീമദ് ഭാഗവത ധർമ്മത്തെ 5ാമത്തെ പുരുഷാർത്ഥമായിട്ട് ആചാര്യന്മാർ പറയുന്നു. അതായത് 4 പുരുഷാർത്ഥങ്ങൾ വേദങ്ങളിലൂടെ സഞ്ചരിക്കുന്നതും 5ാമത്തെ പുരുഷാർത്ഥം ഭാഗവത ധർമ്മമായിട്ടും വിവരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ കണക്റ്റഡ് ആകാൻ സാധിച്ചത്. അപ്രകാരം നമ്മൾ എല്ലാവരും ഭാഗവത ധർമ്മം 5ാമത്തെ പുരുഷാർത്ഥമാണ് അനുസരിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധർമ്മം പാലിച്ചാൽ മാത്രം മതി ഡയറക്റ്റ് വേ ടു മോക്ഷമാർഗം തെളിഞ്ഞു കിട്ടുന്നത്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞത്, എന്റെ മുണ്ടിന്റെ അറ്റത്ത് നിങ്ങൾ ഒന്ന് പിടിക്കൂ, ഞാൻ നിങ്ങളെ ഭൗതിക ലോകം വിട്ട് എന്നേക്കുമായിട്ട് അതീന്ദ്രധാമത്തിൽ എത്തിക്കാം എന്ന് വാക്ക് തന്നത്. അത് വാസ്തവം തന്നെയാണ്. ഏതൊരാളാണോ ഭാഗവത ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നത് അയാൾക്ക് അൾട്ടിമേറ്റ് മോക്ഷമാർഗമായ അതീന്ദ്രധാമത്തിൽ എത്താൻ സാധിക്കും എന്നതാണ് ഈ ശ്ലോകത്തിലൂടെ വ്യാസദേവന് നാരദ മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്നത്. ഹരിബോൽ, ഹരേ കൃഷ്ണ. ശുദ്ധ ഭക്ത സംസർഗത്തിന്റെ ഉത്തരോത്തരമായ സംവർദ്ധനം അപ്രകാരം സാധ്യമാകുന്നു. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. മാതാജി ഏത് ലോകത്തായിരുന്നു അറിയുന്നില്ല. ഈ 3/4 മണിക്കൂർ ഏകദേശം എവിടെ ആയിരുന്നെന്ന് പോലും അറിയുന്നില്ല. എവിടോ ആയി. ഹരേ കൃഷ്ണ. അല്ല, അത് ഇത് ഒരു ഇതായിട്ടല്ല പറയുന്നത്, സത്യമുള്ള സത്യം. ഞാൻ പൂജാമുറിയുന്നവരുള്ള സത്യം പറയുന്നത്. ഭഗവാനെ കൃഷ്ണ, ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും ആചാര്യന്മാര് നമുക്ക് എത്രയോ അമൂല്യമായ കാര്യമാണ് പറഞ്ഞു തന്നത്. നമ്മൾ അതൊന്നും മനസ്സിലാക്കാതെ അങ്ങനെ യാന്ത്രികമായിട്ട് ജീവിക്കുന്നു. മനസ്സിലാക്കി മാതാജിയൊക്കെ ഭാഗ്യവതി. നമ്മളൊക്കെ കുറച്ചും കൂടെ പ്രായമായി പോയല്ലോ എന്നുള്ള ദുഃഖം. കാരണം ഇല്ല ഇല്ല, ഞാനും ഈ വയസ്സാം കാലത്ത് പ്രാക്ടീസ് ചെയ്തോണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങളൊന്നും അത്ര വയസ്സൊന്നും ആയില്ല, നമ്മളത്രയൊന്നും ആയില്ല. പക്ഷെ നമുക്ക് സമയം കഴിഞ്ഞു പോയല്ലോ എന്നൊരു വിഷമം ഇപ്പൊ. ഇല്ല ഇല്ല, ലവ മാത്ര അത്രയും മതി. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം. ഈ ഖുറാനിലൊക്കെ പറയുന്നുണ്ട്, മരണ സമയത്ത് ചോദിക്കും, അവന് അള്ളാവിനെ പ്രാർത്ഥിക്കുന്നവനാണോ, 5 പ്രാവശ്യം നിസ്കരിക്കുന്നവനാണോ എന്ന് ചോദിക്കും. അപ്പൊ ആ ദൂതന്മാര് പറയും, ഇല്ല അവൻ നിസ്കരിക്കാറില്ല എന്ന് പറയും. അപ്പൊ പറയും 4 പ്രാവശ്യം നിസ്കരിച്ചോ, ഇല്ല എന്ന് പറയും. 3 പ്രാവശ്യം ഇല്ല എന്ന് പറയും. 1 പ്രാവശ്യമെങ്കിൽ അള്ളാവിനെ നീ വിളിച്ചിട്ടുണ്ടോ എന്ന് അവന്റെ അടുത്ത് ചോദിക്കുക. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവന് മോക്ഷം കൊടുന്നു, സ്വർഗലോകത്ത് എത്തിക്കുന്നു. അതിനേക്കാളും എത്രയോ പവിത്രമായിട്ടാണ് നമ്മുടെ ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത്. 1 പ്രാവശ്യമെങ്കിലും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിട്ടുണ്ടെങ്കിൽ, 1 പ്രാവശ്യമെങ്കിലും ഇതുപോലുള്ള ആചാര്യന്മാരുടെ നോട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ തീർച്ചയായിട്ടും യമദൂതന്മാർ വരില്ല, വിഷ്ണുദൂതർ വരും എന്നാ പറയാ. അപ്പൊ നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. ഇനിയുള്ള നിമിഷങ്ങളെങ്കിലും ഭഗവാനിൽ സേവനം സമർപ്പിച്ചുകൊണ്ട് ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ മതി, മറ്റൊന്നും വേണ്ട.
നമ്മൾ ഒരാഗ്രഹവും മനസ്സിൽ വെക്കാതെ, എന്ന് വെച്ചാല് ഒരാഗ്രഹമെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. അപ്പോ പരിപൂർണമായും ഭഗവാനെ സേവ ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹം മാത്രം മനസ്സിൽ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി. ഒന്നും പേടിക്കണ്ട, എന്നെക്കാളും മാതാജി എന്നെ ആദ്യം അവിടെ എത്തും. ഒന്നുമില്ല. ഹരേ കൃഷ്ണ മാതാജി, വളരെ വളരെ നന്നായി, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരിബോൾ. മാതാജിയുടെ ക്ലാസ് കേൾക്കുന്നുണ്ട്. ഇതിന്റെ ഒന്ന് ആഡ് ചെയ്യാൻ അറിയാന്നുള്ള കാര്യം തന്നെയെങ്കിലും, അതായത് ഗുരുവിൽ നിന്ന് വിഷ്ണു മന്ത്രം ആരുടെ കർണത്തിലാണോ പതിക്കുന്നത് അയാളുടെ പേര് യമൻ മായ്ച്ചു കളയുന്നു. അയാൾ ചെയ്ത ശുഭാശുഭങ്ങളെയെല്ലാം വിഷ്ണു ചക്രം മുറിച്ചു കളയുന്നു. ജരയും മൃത്യുവും ചക്രത്തെ ഭയന്ന് അയാളെ വിട്ടുപോകുന്നു. അവിടെ ദിവ്യ ശരീരം സ്വീകരിച്ചു കൃഷ്ണനെ സേവിക്കുന്നു. ഇനി കൃഷ്ണനെ സ്നേഹിച്ചാലോ ദൃഢമായ കൃഷ്ണഭക്തി ലഭിച്ച് പൂർണ്ണനായി തീരുന്നവൻ തന്റെ വംശത്തിലെ കോടി തലമുറകളെയും മാതാമഹന്റെ 100 തലമുറകളെയും ശ്വശുരന്റെ 100 തലമുറകളെയും ഉദ്ധരിക്കുന്നു. പിന്നീട് ദാസൻ, ദാസി, മാതാവ്, ഭാര്യ, പുത്രന്മാർ, അവരുടെ വരാൻ പോകുന്ന 100 തലമുറ എന്നിവരെയും ഉദ്ധരിച്ച ശേഷം ഗോലോകം പ്രാപിക്കുന്നു. അപ്പൊ മാറ്റി പറഞ്ഞതുപോലെ പിന്നെ നമ്മൾ കൃഷ്ണനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉരുളി കമുത്താൻ പോണ്ട, മറ്റേ വേറെ ഒന്നിനും പോണ്ട. ഹരിബോൾ. ഹരേ കൃഷ്ണ മാതാജി. ഹരിബോൾ. ഇപ്പൊ പറഞ്ഞ ടോപ്പിക് എവിടെ നിന്നാണ്, ഏത് റെഫറൻസ് ആണെന്ന് പറയാമോ? കൊള്ളാം, പറഞ്ഞത് നന്നായിരുന്നു. ഇത് എല്ലാം ഭാഗവത്തിന്റെ പർപ്പറ്റിൽ നിന്നാണ്. ശ്രീല പ്രഭുപാദ് വാണി മാത്രമാണ് എന്റെ സോഴ്സ്. പ്രഭുപാദ് മോർണിംഗ് വാക്ക് ആൻഡ് ഈവനിങ് വാക്കില് ഇത് കൂടെ പോകുന്ന അസോസിയേറ്റ്സ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതുപോലെയുള്ള നമ്മളെ പോലുള്ള എന്നെ പോലുള്ള മണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങളാണ് പ്രഭുപാദ് കൊടുത്തിട്ടുള്ളത്. മോർണിംഗ് വാക്ക് ആൻഡ് ഈവനിങ് വാക്ക് ശ്രവിക്കണം പ്രഭു, എല്ലാത്തിന്റെയും ഉത്തരം കിട്ടും. അതാണ് എന്റെ സോഴ്സ്. താങ്ക് യു മാതാജി പറഞ്ഞത് നന്ദി. ഞാനിപ്പോ ചോദിച്ചത് വൃന്ദാവനേശ്വരി മാതാജി പറഞ്ഞത് ഇപ്പൊ ഏതോ ഒരു ഭാഗത്ത് നിന്ന് വായിച്ചു. അപ്പൊ അത് ഏത് ഭാഗം എന്നാണ് ഞാൻ ചോദിക്കാൻ. ഓക്കെ വൃന്ദാവനേശ്വരി മാതാജിയുടെ ആണ്. ശരി. പ്രഭു അത് പ്രഭു ഹരേ കൃഷ്ണ, ഞാനത് വായിച്ചത് ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ ഒരു ചെറിയ ഭാഗമാണ് പറഞ്ഞത്. നന്ദി മാജി. ഹരിബോൾ. ഹരേ കൃഷ്ണ. പറയുന്ന കേൾക്കുന്നില്ലല്ലോ. ഞങ്ങൾക്ക് കേട്ടു മാജി. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ, അതായത് ഉപവർണ്ണൻ, ഞാൻ പറഞ്ഞുതരാം. ഉപവർണ്ണൻ ഇദ്ദേഹത്തിന് നാരദന് ബ്രഹ്മാവിന്റെ ശാപം കൊണ്ട് അദ്ദേഹം മരിക്കുന്നുണ്ട്. അപ്പൊ മാലാവതി എന്ന് പറയുന്ന ഭാര്യ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ തന്നെ ജനാർദ്ദന വേഷം മാറി വരുന്നുണ്ട്. ആ ഭാഗത്ത് വെച്ചിട്ട് ഇദ്ദേഹത്തോട് യമധർമ്മനോടും കന്യകാസ്വരൂപിണി, അത് യമധർമ്മന്റെ ഭാര്യയോടും എല്ലാം ചോദിക്കുന്നുണ്ട്, എന്റെ ഭർത്താവിനെ കൊന്ന കാര്യം. അപ്പൊ ഇതെല്ലാം പറയുന്നുണ്ട്, ഈശ്വരേച്ഛയാൽ ഞങ്ങൾ ആരും ഒന്നുമല്ല, ഇതെല്ലാം ഞങ്ങളെ ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നു, ഞങ്ങളുടെ പോസ്റ്റാണ് ഇതൊക്കെ, അല്ലാതെ ഞങ്ങളുടെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് പറയുന്നതാണ് ബ്രഹ്മവൈവർത്ത പുരാണം. ഹരേ കൃഷ്ണ. ഹരിബോൾ. കേട്ടോ മാതാജി? അതാണ് ഞാൻ പറഞ്ഞ മാതാജി. ഹരേ ബോൾ. അതില് നന്നായിട്ട് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ബിന്ദുമതി മാതാജിയുടെ മനോഹരമായ ക്ലാസ് ആണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ബിന്ദുമതി രാധാ ദേവിദാസ് മാതാജിക്ക് ഒരു ഭാഗവതത്തിന് വേണ്ടി മാത്രം ഒരു ചാനലുണ്ട്. മാതാജി നല്ല രീതിയിൽ ഭാഗവതത്തിനെ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. മാതാജി നമ്മുടെ ഈ ആധ്യാത്മിക ലോകങ്ങളെ കുറിച്ച് മാതാജി ആധ്യാത്മിക സ്ട്രക്ചർ ഉണ്ടാക്കി, സ്വന്തം വീട്ടില് സ്ട്രക്ചർ ഉണ്ടാക്കി എക്സിബിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മാതാജി ദുബൈയിൽ അല്ലെ? ദുബൈയിലാണ് അല്ലെ? ദുബൈയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ കൂടെ നമുക്ക് ഈ നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രഹ്മാണ്ടം മാത്രം, കോസ്മോളജി മാത്രം ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയുള്ള എന്റെ ശിഷ്ട ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു. എത്ര ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതാണ് എന്റെ സന്തോഷം. അപ്പൊ ഇങ്ങനെ ഒരു അവസരം തന്നതിന് താങ്ക് യു സോ മച്ച് പ്രഭു. കഥാമൃത പ്രഭുവിനും മാതാജിക്കും വളരെ വളരെ നന്ദിയുണ്ട്.
ഭഗവാനെ എവിടെ ഗ്ലോറിഫൈ ചെയ്യാൻ കിട്ടും ഒരു അവസരം എന്ന് നോക്കി നടക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒരു അവസരം വിളിച്ച് തന്നതിന് താങ്ക് യു സോ മച്ച് പ്രഭു. സെമിനാർ പ്രോഗ്രാം നമുക്ക് നടത്തണം. ഒരു സെമിനാർ നമ്മള് സെമിനാർ എന്നുള്ള രീതിയിൽ കുറച്ച് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ രാധാ നീലമ സത്സംഗിൽ വെച്ച് ഏതെങ്കിലും ഒരു ഞായറാഴ്ച 3 മുതൽ 5 മണി വരെയുള്ള ഒരു 2 മണിക്കൂർ പ്രോഗ്രാം, ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ വെച്ച് ചെയ്താല് കുറച്ച് നന്നായിരിക്കും. ഏത് ടോപ്പിക് ആണെന്നുള്ളത് മാതാജിയായിട്ട് ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കാം. നമുക്ക് മാതാജി ഒരു ഇത്രയും അറിവും ആത്മാർത്ഥമായ ഭക്തിയും മാതാജിക്ക് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് മാതാജി നമുക്കും കൂടെ ഷെയർ ചെയ്യണം. അപ്പൊ ഏത് ദിവസമാണെന്നുള്ളത് നമുക്കൊന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ട് തീരുമാനിക്കാം. ടോപ്പിക്ക് നമുക്ക് തീരുമാനിക്കാം. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് മാതാജിക്ക് ഒരു മനോഹരമായ ഒരു യൂട്യൂബ് ചാനലുണ്ട്. മാതാജി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് ആത്മാർത്ഥമായി പഠിക്കുകയും അതിന്റെ അറിവ് ഇന്ന് നമ്മൾ കേട്ടു. ഒരു മഴവെള്ള പാച്ചിൽ പോലെ അതിശക്തമായ ഒരു 3/4 മണിക്കൂർ പ്രോഗ്രാം. നമുക്ക് വേറെ ഒരു കാര്യത്തിനും ശ്രദ്ധ ചെലുത്താൻ പറ്റാത്ത അത്ര ശബ്ദത്തോടു കൂടി വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ഭാഗവതം ശ്രവിക്കാനുള്ള ഒരു ആകർഷണം, മാതാജിയുടെ മാസ്മരികമായ ഒരു ആകർഷണം മാതാജിയുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. മാതാജി അത്രത്തോളം ഡീപ്പായിട്ട് ഭാഗവതം പഠിച്ചതുകൊണ്ട് മാത്രം ഇങ്ങനെ പറയാൻ മാതാജിക്ക് കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള മാതാജിയുടെ മനോഹരമായ ക്ലാസ്സുകൾ ഇനിയും നമുക്ക് ഓരോരുത്തർക്കും കേൾക്കാനുള്ള മഹാഭാഗ്യം ഭഗവാൻ തരട്ടെ. മാതാജി ദയവായി ഇതുപോലെ ക്ലാസ് എടുക്കാൻ മുന്നോട്ട് വരണം മാതാജി, ദയവായി. താങ്ക് യു മാതാജി. തീർച്ചയായിട്ടും ഞാൻ ഈ കുറച്ച് യാത്രകളൊക്കെ പോകുന്നുണ്ട്. ആ ചാനലിന്റെ പേരൊന്ന് ഇത് ചെയ്യണേ, ഒന്ന് ചാനൽ ഏതാ? യൂട്യൂബ് ചാനലിന്റെ പേരെന്ന് പറഞ്ഞാലും മാതാജി. ശ്രീമദ് ഞാൻ അതിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ ഇടാം. ശ്രീമദ് ഭാഗവതത്തിലെ മലയാളം ടോക്ക് ബൈ ബിന്ദുമതി രാധാദേവി ദാസി. ഒന്നുകൂടെ പറയാം മാതാജി. ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. മാതാജിക്ക് ഞാൻ വാട്സപ്പ് ചെയ്യാം. മാതാജി അത് ഗ്രൂപ്പിൽ എന്റെ ഇതാ അറിയും. പ്രത്യേകം നീലാമാതാവിനെ അതിലിട്ടാലും മതിയാലോ. എന്തോ എന്റെ പേര് ജ്ഞാനാംബിക. ആ മാതാജി കൂടെ അയച്ചു കൊടുത്താൽ മതി. ഗ്രൂപ്പിലുണ്ടോ? ഞാൻ ചെയ്തോളാം. ഓക്കെ, ഞാൻ മാതാജിക്ക് അയച്ചു തരാം. അതില് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാല് 7 സ്കന്ധം വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. 7ാമത്തെ സ്കന്ധമാണ് ഇപ്പൊ റെക്കോർഡിംഗ് ഗോയിങ് ഓൺ. എനിക്ക് 12 സ്കന്ധം വരെയും കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് റെക്കോർഡ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് വേറെ സമ്മറി ടൈപ്പും വരുന്നുണ്ട്. ഫസ്റ്റ് കാണ്ടോയിലുള്ള സമ്മറിയും പോകുന്നുണ്ട്. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് വേറെ സ്കന്ധങ്ങളിലെ സമ്മറി ഓരോ മാതാജിമാർ ആവശ്യപ്പെടുമ്പോ അതും റെക്കോർഡ് ചെയ്ത് അയക്കുന്നുണ്ട്. അതും യൂട്യൂബിലുണ്ട്. അപ്പോ ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. ഞാൻ വാഞ്ച പറഞ്ഞ് മതിയാക്കട്ടെ. പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭോ നമോ നമ. അനന്തകോടി വൈഷ്ണവ വൃന്ദ की जय, श्रीला प्रभुपाद की जय, गुरु महाराज की जय, जय गौर प्रेमानंदे. हरि हरि बोल. हरे कृष्ण. थैंक यू. हरे कृष्ण. प्रणाम. हरे कृष्ण. थैंक यू.